നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ മാനന്തവാടി ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്നും നമ്മളിന്ന് പോകാൻ പോകുന്നത് തിരുനെല്ലി അമ്പലത്തിലേക്കാണ്. KSRTC ബസ്സിലാണ് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമുക്ക് പോകേണ്ട ബസ്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടു. ഉച്ച ടൈമായതുകൊണ്ട് ബസ്സിൽ ആളെല്ലാം കുറവാണ്. മാനന്തവാടി ടൗണെല്ലാം പിന്നിട്ട് യാത്ര തുടർന്നു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞേരം തിരുനെല്ലി അമ്പലത്തിൻ്റെ അടുത്ത ടൗണായ കാട്ടിക്കുളം ടൗണിലെത്തി. ഇതാണ് കാട്ടിക്കുളം ബസ് സ്റ്റാൻഡ്. ബസ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എടുത്താണ്. കുറേ ടൈമൊന്നും നിർത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് ഇടത്ത് ഭാഗത്തേക്കാണ് തിരുനെല്ലി റൂട്ട്. വലത്ത് ഭാഗത്തേക്ക് പോകുന്നത് ബാവലി റൂട്ടാണ്. ഇനി ഫുൾ ഫോറസ്റ്റ് റോഡാണ്. തിരുനെല്ലി അമ്പലം വരെ ഫോറസ്റ്റാണ്. ഫോറസ്റ്റിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഇതാണ് കാളിന്തി റിവർ. ഇവിടെ നിന്നും ഇടത്ത് ഭാഗത്തേക്കാണ് തിരുനെല്ലി റൂട്ട്. വലത്ത് ഭാഗത്തേക്ക് പോകുന്നത് കുട്ട റോഡാണ്. മാനന്തവാടിയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് KSRTC സർവീസ് തിരുനെല്ലി അമ്പലത്തിലേക്ക് നടത്തുന്നുണ്ട്. ഓരോ മണിക്കൂർ ഇടവിട്ട് സർവീസ് ഉണ്ടാകും. പ്രൈവറ്റ് ബസ്സും ഉണ്ട്. കുറച്ച് മാനിനെല്ലാം കാണുന്നുണ്ട് ഇവിടെ. ആനനെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. മാനന്തവാടിയിൽ നിന്നും 24 കിലോമീറ്ററാണ് തിരുനെല്ലി അമ്പലത്തിലേക്ക് ഉള്ള ദൂരം. വളഞ്ഞുള്ള റോഡാണ്. മനോഹരമായ റൂട്ടാണിത്. മാനന്തവാടി തിരുനെല്ലി റൂട്ട്. ബ്രഹ്മഗിരി മലനിരകളെല്ലാം ഇവിടെ നിന്ന് കാണുന്നുണ്ട്. വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുനെല്ലി അമ്പലം. അങ്ങനെ ബസ് തിരുനെല്ലി അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ വരെയാണ് ബസ് സർവീസ് ഉള്ളത്. ഈ റോഡ് കയറി കുറച്ച് നടന്നാൽ മതി അമ്പലത്തിലെത്തി. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. കുറച്ച് നടക്കാനുള്ളൂ. തിരുനെല്ലി അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെ ലോഡ്ജുണ്ട്, ഹോട്ടൽ, ചായക്കട, സ്റ്റേഷനറി കട, എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ചുറ്റുഭാഗം തിരുനെല്ലി അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം മലനിരകളാണ്. അങ്ങനെ നമ്മൾ ചെരുപ്പെല്ലാം കഴിച്ച് ക്ഷേത്രത്തിലേക്ക് കയറി. ഇവിടെ എന്തെല്ലോ വർക്കെല്ലാം നടക്കുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.